അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു തനി നാടൻ അയിലക്കറിയാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ കുറച്ച് അയില എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയുള്ള തേങ്ങ വറക്കുവാണ്. അതിന് വേണ്ടി കുറച്ച് തേങ്ങയും വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പം നമുക്ക് അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഇവിടെ ഉണ്ടാക്കുന്ന രീതിയാണ് ഇങ്ങനെ. പലയിടത്തും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് സവാളയും കൂടി ഇട്ട് നമുക്ക് വറക്കാം കേട്ടോ. ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി എല്ലാം ഇട്ട് ഇതുപോലെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് തേങ്ങ. അതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന അയിലക്കകത്തോട്ട് മീനിനകത്തോട്ട് ഞാൻ കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ കുറച്ച് വാളൻ പുളി, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും കൂടി ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിപ്പോൾ വറുത്തെടുത്തില്ലേ, അതെല്ലാം കൂടെ അരച്ച് അതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. പലയിടത്തും പല രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് സ്റ്റൗവിൽ വെക്കാമേ. ചെറിയ തീയിൽ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അത് തിളച്ച് വന്നിട്ടുണ്ട് നല്ലതുപോലെ. ഇത് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അയിലക്കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്